മുക്കം സർവീസ് സഹകരണ ബാങ്കിലെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി പിരിച്ചുവിട്ട് പുതിയ അഡ്മിനിസ്ട്രേറ്റർ ചുമതലയേറ്റു. കാസർഗോഡ് ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ജനറൽ കെ.വി. സതീഷ് ചന്ദ്രനാണ് അഡ്മിനിസ്ട്രേറ്ററായി ചുമതലയേറ്റത്. മുക്കം സർവീസ് സഹകരണ ബാങ്കിൽ നിലവിലുണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി പിരിച്ചുവിട്ടാണ് പുതിയ അഡ്മിനിസ്ട്രേറ്റർ ചുമതലയേറ്റത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. കാസർഗോഡ് ജോയിന്റ് രജിസ്ട്രാറായിരുന്ന കെ.സി. സതീഷ് ചന്ദ്രനാണ് പുതിയ അഡ്മിനിസ്ട്രേറ്റർ. തിങ്കളാഴ്ച ചുമതല ഏറ്റെടുത്തതായി സതീഷ് ചന്ദ്രൻ അറിയിച്ചു. നിലവിൽ ബാങ്കിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതല. നിലവിലെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലെ കെ.ടി. ബിനുവിനെ വിളിച്ചു വരുത്തി ഹൈക്കോടതി ഉത്തരവ് വായിച്ചു കേൾപ്പിച്ച ശേഷമാണ് പുതിയ അഡ്മിനിസ്ട്രേറ്റർ ചുമതലയേറ്റത്. അസിസ്റ്റന്റ് രജിസ്ട്രാർ ടി സതീഷ്, സ്പെഷ്യൽ ഗ്രേഡ് ഇൻസ്പെക്ടർ നിഷ, കുന്നമംഗലം യൂണിറ്റ് ഇൻസ്പെക്ടർ സജിത്ത് എന്നിവരും അഡ്മിനിസ്ട്രേറ്റർക്കൊപ്പം ഉണ്ടായിരുന്നു. ജൂലൈ 26-നാണ് പുതിയ അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കുന്നതിന് കോടതി നിർദ്ദേശം നൽകിയത്. തുടർന്ന് സഹകരണ സംഘം രജിസ്ട്രാർ ഓഗസ്റ്റ് 1 മുതൽ പുതിയ അഡ്മിനിസ്ട്രേറ്ററായി സതീഷ് ചന്ദ്രനെ നിയമിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ 22/7/26 വന്ന ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് മുക്കം സർവീസ് സഹകരണ ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് 1/8/2026 സഹകരണ സംഘം രജിസ്ട്രാർ എന്നെ നിയമിച്ചത്. കാസർഗോഡ് ജോയിന്റ് രജിസ്ട്രാറായ എന്നെ മുക്കം സർവീസ് സഹകരണ ബാങ്കിന്റെ പാർട്ട് ടൈം അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിയമിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ചാർജ് എടുത്തു. ഭാവി പ്രവർത്തനങ്ങൾ ഈ മുക്കം പ്രദേശത്തെ ഏറ്റവും നല്ലൊരു സഹകരണ സാമ്പത്തിക കേന്ദ്രമായിട്ട് മുക്കം ഭാഗത്തുള്ള എല്ലാ സഹകാരികൾക്കും ജനങ്ങൾക്കും സംഘത്തിലെ അംഗങ്ങൾക്കും ഒക്കെ പ്രയോജനപ്രദമാവുന്ന രീതിയിൽ സർക്കാരിൻ്റെയും ഹൈക്കോടതിയുടെയും നിർദ്ദേശാനുസരണം പ്രവർത്തിച്ച് ബാങ്കിനെ ഉന്നതിയിലെത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. 2018-ലാണ് സഹകരണ നിയമങ്ങളും ഉത്തരവുകളും ഹൈക്കോടതി വിധികളും ലംഘിച്ചതായി മുക്കം ബാങ്കിനെതിരെ പരാതികൾ ഉയർന്നത്. തുടർന്ന് 2020 ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്തു. പിന്നീട് ഭരണസമിതി തിരിച്ചെത്തിയെങ്കിലും വീണ്ടും നിയമലംഘനങ്ങൾ ആവർത്തിച്ചതോടെ 2023 വകുപ്പ് 32 പ്രകാരം അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കുകയായിരുന്നു. 2023 ഡിസംബറിൽ വി. മുരളീധരൻ, കെ.ടി. ബിനു, ദീപു പ്രേംനാഥ് എന്നിവരടങ്ങുന്ന അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചുമതലയേറ്റു. നിലവിലെ കമ്മിറ്റിക്ക് 2 വർഷത്തെ പ്രവർത്തനം മൂലം ബാങ്കിൻ്റെ നഷ്ടം 9 കോടിയോളം കുറയ്ക്കാൻ സാധിച്ചതായി കെ.ടി. ബിനു പറഞ്ഞു. സന്തോഷത്തോടെയാണ് പടിയിറങ്ങുന്നതെന്നും ബാങ്കിന്റെ അഴിമതിയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും കെ.ടി. ബിനു പറഞ്ഞു. മുക്കം സർവീസ് സഹകരണ ബാങ്കിൽ അഴിമതിയും അതോടൊപ്പം നടന്ന കെടുകാര്യസ്ഥയും എല്ലാം അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് 65 എൻക്വയറിയുടെ ഭാഗമായിക്കൊണ്ട് 32 പ്രകാരമാണ് 2023 ഡിസംബർ മാസത്തിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി എന്ന രൂപത്തിൽ രൂപം കൊണ്ടത്. അപ്പോഴത്തെ അന്നത്തെ രജിസ്ട്രാർ പറഞ്ഞത് സഹകരണ മേഖലയായി ബന്ധപ്പെട്ട ആളുകളെയാണ് ഇതിന്റെ ചുമതലക്കാരെ ഏൽപ്പിക്കുന്നത്, നിങ്ങൾ മെച്ചപ്പെട്ട സാഹചര്യം അവിടെ ഉണ്ടാക്കണമെന്ന രൂപത്തിലാണ് പറഞ്ഞ് ഏൽപ്പിച്ചത്. സ്വാഭാവികമായി ഞങ്ങൾ അധികാരമേറ്റപ്പോൾ സ്വാഭാവിക മെമ്പർഷിപ്പ് ആളുകൾക്ക് ചേർത്തി കൊടുക്കുക എന്നത് പ്രധാനപ്പെട്ട വിഷയമാണ്. അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. ബാങ്കിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി ജീവനക്കാർക്ക് ക്ലാസ്, അതുപോലെ റിക്കവറി സെല്ല് രൂപീകരിച്ചു, ക്രെഡിറ്റ് മാനേജ്മെന്റ് സെല്ല് രൂപീകരിച്ചു, ഫണ്ട് മാനേജ്മെന്റ് സെല്ലെല്ലാം രൂപീകരിച്ചു. ഇപ്പോൾ ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന ഇതിൽ 5.5 കോടി ലാഭത്തിലാക്കി ബാങ്കിന്റെ നഷ്ടം വലിയ രൂപത്തിൽ കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. നേരത്തെ ബാങ്കിൽ വന്നാൽ ആളുകൾക്ക് ലോണൊന്നും കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പണമില്ലാന്ന് മടക്കി അയക്കുന്ന സാഹചര്യം എല്ലാവരും പരിഗണിക്കുന്നു. എല്ലാവർക്കും ലോൺ നൽകുക എന്ന സംവിധാനം നമുക്ക് ഏർപ്പെടുത്താൻ കഴിഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി മാറി പുതിയ അഡ്മിനിസ്ട്രേറ്റർ ചുമതല ഏറ്റെടുത്തെങ്കിലും ബാങ്കുമായി നിലനിൽക്കുന്ന വിവാദങ്ങൾക്ക് ഇനിയും അവസാനമായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, മുക്കം.